തറാവി നിസ്കരിച്ചുകൊണ്ട് ദീന് നിലനിൽക്കുകയില്ല. ഒന്നും ദീൻ നടക്കൂല. തറാവി നിസ്കരിച്ചുകൊണ്ട് ദീൻ നിലനിൽക്കൂല. തറാവി ഒഴിവാക്കിയോണ്ട് ദീൻ നഷ്ടപ്പെടുകയുമില്ല. നിങ്ങൾക്ക് എന്ത് വിചാരിച്ചേ? അങ്ങനെയാണെങ്കിൽ മുത്തുനബിന്റെ കാലത്തല്ലേ ദീനില്ലാത്ത? ഒരു ദിവസം തറാവീന് വന്നു, പിറ്റേന്ന് വന്നു, പിറ്റേന്ന് ഉണ്ടായില്ല. പിറ്റേന്നും ഉണ്ടായില്ല. പിറ്റേന്നില്ലല്ലോ. അപ്പൊ ഇന്ന് നമ്മൾ നടത്തുന്നത് പോലുള്ള ഒരു ഇമാമിനെ വെച്ചിട്ടുള്ള വലിയ നീണ്ട മദീന പള്ളിയിൽ വലിയ തറാവീഹ് 4 റക്അത്ത് കഴിഞ്ഞപ്പോഴത്തിന് സല്ലു അലൻ നബിയിൽ മുസ്തഫ എന്നൊക്കെ ചൊല്ലിയിട്ട് വലിയ തറാവീഹ്. അത് കഴിഞ്ഞിട്ട് ഒരു തരിക്കഞ്ഞി ഉണ്ടായിട്ടില്ലല്ലോ. അതൊന്നും ദീനിന്റെ ഒരു വലിയ മർമ്മല്ല. അതുണ്ടായാലും അൽഹംദുലില്ല, ഉണ്ടായിട്ടില്ലെങ്കിൽ അൽഹംദുലില്ല. നിങ്ങളെന്ത് വിചാരിച്ച് തറാവീഹ് ഉണ്ടായ ദീനുണ്ടാവുന്നു? അപ്പൊ ദീനില്ലാത്ത കാലം നബിന്റെ കാലല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളിപ്പോ എവിടെയാ? ഈ നിലക്കുള്ള തറാവീഹ് നിലനിർത്തുന്നത് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് അല്ലേ? പിന്നെ മുത്തഫരിയൊക്കെ ജനങ്ങൾ അവിടെ ഇവിടെയൊക്കെ നിസ്കരിക്കും, ചില നിസ്കരിക്കൂല. ഇതൊരു ഏകീകൃത ഇമാമിന്റെ കീഴിലുള്ള ഒരു അമലായി നടപ്പിലാക്കുന്നത് ആരാ? പറയാ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് അല്ലേ? അപ്പോഴത്തിന് അതിനേക്കാൾ വലിയ ആളുകൾ കഴിഞ്ഞു പോയില്ലേ? പുണ്യ റസൂൽ മുസ്തഫ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ. ഇദാ ലഹറത്തിൽ ബിദഉ വസകതൽ ആലിം ഫഅലൈഹി ലഅനത്തുല്ലാഹ്. ഇതിനേക്കാൾ വലിയ ബിദ്അത്ത് എന്താണ്? ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നതിനേക്കാൾ വലിയ ബിദ്അത്ത് എന്താണ്? ഇദാ ലഹറത്തിൽ ബിദഉ വസകതൽ ആലിം ഫഅലൈഹി ലഅനത്തുല്ലാഹ്. നാളിതുവരെ നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടാവാത്ത തിന്മകളാണ് ഇപ്പോൾ ഈ നടക്കുന്നത്. അതിനൊരു ആലിമീങ്ങളിൽ നിന്ന്, ആലിമീങ്ങളാണല്ലോ ഇത്തിബായേണ്ടത്, അവരല്ലേ വറസത്തുൽ അംബിയാ, അവരിൽ നിന്ന് ഒരു മിസാല് കാണിക്കാൻ കഴിയൂല. ഫാസിഖ് മുബത്തദി പോലെയുള്ള ആളുകൾ സദ്യക്ക് വിളിച്ചാൽ പോകാൻ പാടില്ല എന്ന് തുഹഫയടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫാസിഖീങ്ങളോ മുബത്തദിങ്ങളോ സദ്യക്ക് വിളിച്ചാൽ പോകാൻ പാടില്ല, തുഹഫയടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ദീനിന്റെ മുന്നിൽ നിൽക്കുന്ന ആളുകൾ വലിയ പ്രശ്നമാണ്. എന്തുകൊണ്ട്? അവര് സഹകരിക്കുന്നതോടുകൂടെ മറ്റുള്ളവരുടെ തിന്മകൾ, ആ വിളിച്ചോരെ തിന്മകൾ നിസ്സാരമാണെന്ന് പൊതുജനം വിചാരിച്ചു. നീ ഇതിനും വലിയ വിദായത്ത് എന്താണ്? എന്നാലും ആരാമുണ്ടെന്ന് നീനിപ്പോ തന്നെ പോയില്ലേ? കൊല്ലത്തിൽ സമ്മേളനം കഴിച്ചിട്ട് പറഞ്ഞ പോരല്ലോ. ഏതോ കൊല്ലത്തിൽ സമ്മേളനത്തിൽ ഞങ്ങൾ വിടൂല എന്ന് പറഞ്ഞ പോരല്ലോ. വിടൂല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗ്യാസ് വിടുന്നുണ്ടോ ഇല്ല എന്നല്ലല്ലോ നിയമം. അതല്ലല്ലോ വിഷയം. നിങ്ങൾ ഗ്യാസ് പിടിച്ച് സ്റ്റേജ് ഇരുന്നിട്ട് അതിൻ്റെ ഇടയിൽ ഞങ്ങൾ വിടുന്നില്ല, ഞങ്ങൾ വിടുന്നുണ്ട്, ഇറങ്ങിയിട്ട് കക്കൂസിലെത്തിയിട്ടേ ഗ്യാസ് വിടുള്ളൂ ഇത് പറഞ്ഞാൽ പോരല്ലോ. വിടൂല എന്ന് പറഞ്ഞാൽ അതല്ലല്ലോ. നിങ്ങൾ കാര്യം പറഞ്ഞിട്ട് ഇവിടെ ഫിഖ് അടിസ്ഥാനമല്ല. എന്ത് പറഞ്ഞാലും ഫിഖ് പറയുന്ന കുറേ ആളുകളുണ്ടല്ലോ ഇവിടെ. ഓർക്കിപ്പോൾ എവിടെയാണ്? ഓരെവിടെയാണ്? എന്ത് പറഞ്ഞാലും ഫിഖ് പറയുന്നവരുണ്ട്. ഓണത്തിന് ഫിഖ് പറയുന്നവരുണ്ട്, സംക്രാന്തിക്ക് ഫിഖ് പറയുന്നവരുണ്ട്, ഒക്കെ ഉണ്ട്. ഓരിപ്പോൾ എവിടെ? ഞാൻ തിരിച്ചു പോരാ, ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ വേദനയായി പറയുന്നത്. ദീനില്ല, ദീൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. 2030 ഈ നിലക്ക് പണ്ഡിതന്മാരും നിരുത്തരവാദികളായി കളിച്ച് നടന്നാൽ ഈ മലബാർ ദീൻ ഉണ്ടാവില്ല. ഈ മലബാറിലെ ദീൻ നശിപ്പിക്കുന്നത് പണ്ഡിതന്മാർ മാത്രമാണ്. ഇതിലാർക്കും ഉത്തരവാദിത്തമല്ല. സയ്യിദന്മാർക്കൊരു ഉത്തരവാദിത്തമല്ല. എന്തുകൊണ്ട് സയ്യിദന്മാർക്ക് ഇവരുണ്ടായിക്കൊള്ളുന്നില്ല? അലിമീങ്ങളല്ലേ പറയണ്ടത്. സയ്യിദന്മാരെ വഞ്ചിക്കും, അവർ സാഫായ ആളുകളാണ്. ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا. ഇത് മുസ്ലിം സമുദായത്തിന്റെ ഉള്ളിലുള്ളത് വഹാബികളാണ്. നിങ്ങൾ വഴിപ്പെട്ടു പോകരുത്. മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ, നമ്മുടെ ദിക്റിനെ തൊട്ട് ഹൃദയങ്ങൾ കൊട്ടിയടച്ചവരേക്ക്. അള്ളാഹുവിന്റെ ദിക്റിനെ തൊട്ട് ഹൃദയം കൊട്ടിയടച്ചവരാരാ? ഒന്ന് ഖവാരിജായിരുന്നു, ഒന്ന് ഖദരിയത്തായിരുന്നു, മുർജിഅത്തായിരുന്നു. ഇപ്പോൾ ആരാണ്? മുലിയന്മാരെ ഇപ്പോൾ വഹാബികളാണ്. അവരെ ഹൃദയം അള്ളാഹുവിന്റെ ഹക്കായ ദിക്റിനെ തൊട്ട് കൊട്ടി അടച്ചിട്ടുണ്ട്.
അതുകൊണ്ടാണ് അവർ ആലിമീങ്ങളെ കളിയാക്കുന്നത്, അതുകൊണ്ടാണ് ഔലിയാക്കന്മാരെ കളിയാക്കുന്നത്, അതുകൊണ്ടാണ് സിദ്ദീഖീങ്ങളെ കളിയാക്കുന്നത്, അതുകൊണ്ടാണ് ഇൽമിൻ ദിക്റിന്റെ മജ്‌ലിസിനെ കളിയാക്കുന്നത്. എല്ലാം 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 മുൻഗാമികളായ സുലഹാക്കൾ ചെയ്ത രീതികളെ കളിയാക്കുന്നത് എന്തുകൊണ്ട്? അവരെ ഹൃദയം കൊട്ടിയടച്ചിട്ടുണ്ട്. വലാ തുതിഅ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ. പിന്നെ അവൻ ആരാ? വത്തബഅ ഹവാ. വത്തബഅ ഹവാ. വഹാബിയുടെ ദീന് ഹവയാണ്. അതിനോട് സയ്യിദന്മാർ സഹകരിക്കുന്നത് കണ്ടാൽ അവർക്ക് വിവരമില്ല. പിന്നെ ഈ എന്തിനാ തലയെ കിട്ടി പറഞ്ഞു കൊടുക്കണ്ടേ? പറഞ്ഞു കൊടുത്താൽ 4 ആൾ കൂടി പറഞ്ഞു കൊടുത്താൽ ഇത് സ്വീകരിക്കുമല്ലോ. സഫായ മനുഷ്യന്മാരാണ്, വളരെ സഫാണ്. ഏത് അഹ്ലുബൈത്തും സഫായ മനുഷ്യന്മാരായിരിക്കും. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട സത്യമാണിത്. ഏത് അഹ്ലുബൈത്തും സഫായ ഹൃദയമായിരിക്കും. കാരണം അവർ പാപ്പ മുത്തനബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അവരാർക്കും ചതിക്കാൻ കഴിയും. സുന്നികൾ സഫായ കൽബാണ്, ആർക്കും ചതിക്കാം. വഹാബികൾ അവരൊക്കെ ചതിക്കാൻ കഴിയില്ല. എന്തുകൊണ്ട്? അവർ ചതിയന്മാരാണ്, അവർ ചതി പഠിച്ചവരാണ്. നമ്മൾ ചതിയന്മാരുമല്ല, നമുക്ക് ചതി അറിയില്ല. നിങ്ങളൊരു വഹാബിയെ ചതിക്കും. നിങ്ങളെ കൂട്ടിക്കൊണ്ടേറ്റ് ഒരു വഹാബിൻ്റെ സമ്മേളനത്തിനുണ്ട്. ഞങ്ങളൊരു വഹാബിൻ്റെ സുന്നി സമ്മേളനത്തിന് കൊണ്ടുവന്നാണ് ഉണ്ട്. അത് നിങ്ങൾ കണ്ടിട്ട് നമുക്കൊന്ന് പോകുകയാണ്. നിങ്ങോട്ട് എന്തേ എന്തുകൊണ്ടോ ചതിയനാണ്, ഓനെ ചതിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് വഹാബിൻ്റെ സമ്മേളനത്തിൽ നിങ്ങളെ കൂട്ടിയിട്ട് ഈ കാറിലാണ് ഇരുന്നാൽ മതി. കോഴിക്കോട്ടല്ലേ 5-15 ഞങ്ങളെ പാർട്ടി കൂടിക്കൊള്ളുന്നില്ല. വഹാബിയുടെ സമ്മേളനം കോഴിക്കോട് നടക്കുന്ന നേരത്ത് എത്രയോ സുന്നികൾ അങ്ങനെ ചതിച്ച് ഇക്കൊല്ലം കൊണ്ടുവന്നിട്ടുണ്ട്. ഏത് കൊല്ലം കൊണ്ടുവരും, അത് കൊണ്ടുവന്നിരിക്കും. അപ്പൊ ഇങ്ങനതൊക്കെ കാണും. ഇതിന് എല്ലില്ലാത്ത ഇറച്ചിന്റെ കഷ്ണം, ഇറച്ചി എന്ന് പറഞ്ഞാൽ വലിയ ആട്ടിന്റെ ഇറച്ചി, എല്ലില്ലാതെ കൊടുക്കണം. ഓ, അപ്പൊ ഈ ആട്ടിറച്ചിയിലൊക്കെ ഇങ്ങനെ പിന്നെ പൈസ മറ്റേത് മറിച്ചും ഒക്കെ തീരം വരാൻ വേണ്ടി കാത്തു തീർക്കാണ് കൊണ്ട് ചികിത്സിക്കാൻ. അപ്പൊ ഈ പിന്നെ വന്നിട്ട് എന്താ പറയാ, കാര്യം എന്താണെങ്കിലും ഒരു വിഷയത്തിന് സഹകരിക്കാൻ പോലെ പറ്റുള്ളൂ. സത്യല്ലേ? ഇതെന്തേ ചതിയാണ്. സുന്യാക്ക് മൂല്യർക്കന്നെ ശമ്പളം മര്യാദക്ക് ആ മാസം കൊടുത്തിട്ടുണ്ടാവില്ല. പിന്നെ അങ്ങനെ നമ്മൾ ഭാരതത്തിന്റെ വാബിന്റെ കാറിന്റെ വാടക കൊടുക്കണം. വാബി നമ്മുടെ സമ്മേളനത്തിന് പോകില്ല എന്നാൽ തന്നെ നമ്മൾ എന്താ പറയാ, പൈസ ഉണ്ടെങ്കിൽ പോകും. നീ അവിടെ വന്ന് വിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടി പോരും വേണ്ട. ചേരണ്ട, ഞങ്ങളെ സമ്മേളനത്തിന് വിശ്വാസം ഉണ്ടാക്കാൻ പോരുകയാണ്. അങ്ങനെയല്ലേ നമ്മൾ പറയാം. ചേരണ്ട, നിങ്ങൾ സമ്മേളനത്തിൽ ഫോട്ടോ എടുത്തിട്ട് വാട്സാപ്പിൽ വിടാൻ വേണ്ടി പോരുകയാണ്. ചേരണ്ട. നേരെ മറിച്ചോ ചതിയാണ്. ഒരു സുന്നിയെ ആർക്കും ചതിക്കാൻ സ്വഫായ ഹൃദയമാണ്. ഏത് സുന്നിയെ ചതിക്കാം, സ്വഫായ ഹൃദയമാണ്. ഒരു വഹാബിയെ ചതിക്കാൻ കഴിയുകയില്ല. എന്തുകൊണ്ട്? അവരുടെ മതത്തിന്റെ അടിത്തറ ചതിയാണ്, അവരുടെ മതത്തിന്റെ അടിത്തറ ഹവയാണ്. വലാ തുതിഅ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബഅ ഹവാ വകാന അംറുഹു ഫുർതാ. അവൻ അതിൽ വിട്ടവനാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഏത് സുന്നിയാൾ നേതാക്കന്മാരുടെ സൈതന്മാർ ആർക്കും ചതിക്ക പാവങ്ങളാണ്. ഒരു മനുഷ്യൻ 2 വട്ടം പറഞ്ഞാൽ എന്നോട് ഇപ്പം നോളറിയില്ല എന്നാ വിചാരിക്കുക, എന്നെ ചതിക്കാനല്ല എന്ന് വിചാരിക്കുക. പക്ഷെ അത് ചതിയാണ്. അത് ഈ സാധുക്കൾക്ക് മനസ്സിലാൻ കഴിയില്ല. അപ്പം ഇവിടെ എന്ത് ചെയ്യണം? ഇതൊക്കെ സംക്രാന്തിക്കും ഓണത്തിനും ഒക്കെ ഫത്ത് കൊടുക്കണം. മൂല്യന്മാരെവിടെ ഇപ്പോൾ ഓണത്തിന്, സംക്രാന്തിക്ക്, ക്രിസ്തുമസിന് ചോറിന് പോകാൻ പാടില്ല, കുറച്ചേക്ക് പോകാൻ പാടില്ല, അങ്ങനെ പാടില്ല. വഹാബിന് ഇഫ്താറിന് പോകാൻ പാടുണ്ടോ അല്ലേ? നിങ്ങളെ കിതാബിലുണ്ടോ ഇല്ലേ എന്നു പറഞ്ഞാൽ മസാലച്ചികളൊക്കെ ഇവിടെ പോയി. കുറെ മസാലച്ചികളുണ്ടല്ലോ ഇവിടെ. അനങ്ങിയ മസാല പറയും. എവിടെയാണ് മസാലച്ചികളൊക്കെ പോ? എന്തിനും മസാല പറയണം. മസാലച്ചികൾ എവിടെ? മലപ്പുറം ജില്ലയിലുണ്ടല്ലോ മസാലച്ചികൾ. എന്തിനും മസാല പറയണം. മസാലച്ചികൾ എവിടെയാടാ? തലക്കെട്ട മസാലച്ചി തലക്കെട്ടൻ എവിടെ? അള്ളാന്റെ ദീന് നശിക്കുകയാണ്. എടാ മസാലച്ചി, ഓണത്തിനും സംക്രാന്തിക്കും മസാല പറയണം. മസാലച്ചിയായ മലപ്പുറം ജില്ലക്കാരായ മസാലച്ചികൾ ഉണ്ട്. കോഴിക്കോട് ജില്ലയിലും മസാലച്ചികൾ ഉണ്ട്. ഈ തോന്നിയാസം നടക്കാൻ തുടങ്ങിയിട്ട് കാലെത്രയായി? ഇതിവിടെ കൊടികുത്തി വരികയല്ലേ? എവിടെയാടാ നിന്റെ മസാല?
മുബ്തദിഇന്റെയും ഫാസിഖിന്റെയും വിരുന്നുകളിൽ ആലിമീങ്ങൾ സയ്യിദന്മാർ പങ്കെടുത്താൽ, ഉലമാക്കൾ സയ്യിദന്മാർ അവർ വിളിച്ചു കൂട്ടിയത് പങ്കെടുത്താൽ, നിന്റെ മസാല കിതാബിലെ മസാല എവിടെ? അനങ്ങിയാൽ മസാല പയറ്റുന്നു പോണവരെവിടെ? ഇവർ മസാല ഇവിടെ പുറത്തുവരാഞ്ഞു. ദുനിയാവ് ദുനിയാവാണ്, തലേക്കെട്ടിന്റെ പിന്നിൽ ദുനിയാവ് മാത്രമാണ്. തിരുത്തണ്ടേ? ഈ നശിക്കല്ലേ? ഇതൊക്കെ കാണുമ്പോൾ സാധുക്കൾ എന്താ വിചാരിക്കുക? വഹാബിയൊന്നും അത്ര വലിയ പ്രശ്നമാവില്ല, ഒന്നും വിഷയമാവില്ല. അപ്പൊ ഇതൊക്കെ തന്നെ ചിന്തിച്ചോളി. അതൊന്നും വിഷയം ഞാൻ പറയാൻ എന്നെ തച്ചൊന്നാലും എനിക്ക് വിഷയമില്ല, എന്തീനും പറയാം. നമ്മുടെ ദിക്റിനെയും തൊട്ട് ഹൃദയം കൊട്ടി അടച്ച ആളുകൾ ഇത് ഇന്ന് വഹാബി അല്ലെങ്കിൽ ആരാ? ഇവരെല്ലാണ്ട് വേറെ ആരാ? അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ചിന്തിച്ചോളി. കാര്യങ്ങൾ വളരെ നമ്മൾ ചെയ്യണമൊക്കെ നല്ലെന്ന് വിചാരിക്കും. എന്താ ദുനിയാവ്, എന്താ ആഖിറം? കുല്ലു മാ ലാ യസ്ഹബുക ബഅദൽ മൗതി ഫഹുവ മിനദ് ദുനിയ. ഏതൊന്നും ദുനിയാവും കഴിഞ്ഞ് പോകുമ്പോൾ നിന്റെ കൂടെ വരുന്നില്ലേ? മരണത്തിന് ശേഷം നിന്റെ കൂടെ ആര് കൂട്ടുകാരനായി വരുന്നില്ലേ? അതെല്ലാം ദുനിയാവാണ്. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിൽ ആഖിറ. അങ്ങനെയാണോ ആയത്ത്? അല്ല, അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിൽ ദുനിയ, ദുനിയാവാണ്. ഭാര്യ, അൽ മാലു ധനം, ധനം മരിച്ചാൻ്റെ ഒപ്പം ഉണ്ടാവില്ല. അപ്പൊ അതെന്താണ്? പറയ്. ദുനിയാവാണ്. ധനം ദുനിയാവാണ്, ധനം ദുനിയാവാണ്, ധനം ദുനിയാവാണ്, ധനം ദുനിയാവാണ്. അൽ മാലു വൽ ബനൂന, മക്കൾ ദുനിയാവാണ്, മക്കളും ദുനിയാവാണ്. ദിവാനസത്തിലിന്റെ ഒരു ബൈത്ത്, ഫഇന്നഅതിനാഅൽ മുസ്തഫാഇനു കിമിയാ വഖദ് സാറ അദ്ബൻ മാഉ മിൻ തഅവദാ. അതിനിവിടെ കഴിഞ്ഞ ഒരു ക്ലാസ് ഞാൻ അർത്ഥം വെച്ച് കൊടുത്തു. ഫഇന്നഅതിനാഅൽ മുസ്തഫാഇനു കിമിയാ, റസൂലുള്ളാഹി എന്ന് പരിഗണിച്ചാൽ അതാണ് കീമിയ. എന്താ കീമിയ? കീമിയ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം അൽക്കെമി. അൽക്കെമി, ഒരു സാധനത്തിനെ വേറൊന്നാക്കി മാറ്റുക. അൽമാലും മുതലിനെ, മുതൽ ദുനിയാവാണ്, ആഖിറാക്കി മാറ്റാം. എങ്ങനെ? അതുണ്ടാക്കിയതും ചെലവാക്കിയതും ആഖിറത്തിനാണ്. അപ്പൊ ഈ ദുനിയാവിൻ്റെ സാധനം ആഖിറായി. പ്രത്യക്ഷത്തിൽ ചെലവാക്കിയ പോരാ, പിന്നെ നിയ്യത്ത് അള്ളാഹിൻ്റെ അടുക്കലുള്ള പരിഗണന മാത്രം എന്നതുമ്മൽ അള്ളാഹുവിലേക്ക് ചെലവാക്കി. അപ്പൊ അതെന്തായി? ആഖിറായി. മക്കളോ മക്കളെയോ മക്കൾ, ഇതന്നെയാണ് ബാഖിയാത്തു സ്വാലിഹാത്ത്. ഒരർത്ഥം ഈ മാലും ഈ മക്കളും. അടുത്ത വരി അതാണല്ലോ, വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദക റബ്ബിക സവാബൻ വഖൈറുൻ അമലാ. ഇതേ ഇനി ബാഖിയാത്തു സ്വാലിഹാത്താണ് ഏറ്റവും നല്ലത്. സവാബിനാലും കുതിക്കലിനാലും ഏറ്റവും നല്ലത് ബാഖിയാത്തു സ്വാലിഹാത്താണ്. ഏതാ ബാഖിയാത്തു സ്വാലിഹാത്ത്? നിലനിൽക്കുന്ന ബാഖിയാത്തു സ്വാലിഹാത്ത്, നിലനിൽക്കുന്ന സ്വാലിഹാത്ത്. അത് മാലും ബാഖിയാത്തു സ്വാലിഹാത്താവും. സദഖത്തുൻ ജാരിയ, അള്ളാഹിന്റെ അടുക്കൽ നിയത്ത് കിട്ടണമെന്ന നിയത്തോടുകൂടി മുതൽ അവൻ എന്ത് ചെയ്തു? ജാരിയ സ്വതക്ക വെച്ചു. അപ്പൊ ഇതെന്തായി? ആഖിറായി. മക്കളെ IAS IPS അല്ല പഠിപ്പിച്ചത്. അപ്പോൾ പഠിപ്പിച്ചത് തെറ്റല്ല. അപ്പോൾ പഠിപ്പിച്ചാലും അള്ളാഹിനെ ഉദ്ദേശിച്ചു. എന്ത് പഠിപ്പിച്ചാലും അള്ളാഹ് ഉദ്ദേശിച്ചു. നീ മൂല്യരായി പഠിപ്പിച്ചത് എന്താ കാര്യം? നല്ലത് ഇപ്പോൾ ഗൾഫ് പോലെയല്ല. ഞങ്ങൾ പനുട്ടികൾ ഇപ്പം ചിലവ് കഴിഞ്ഞോക്കാം. നല്ലത് മൂല്യരാകാനാണ്. മൂല്യരാക്കി അപ്പോൾ മൂല്യരാക്കി. അത് ദുനിയാവാണ്. മനസ്സിലായില്ലേ? വലിയ പൈസ ഒന്നും കിട്ടിയേക്കണ്ട. പള്ളിക്കൊക്കെ പറഞ്ഞേച്ചാൽ മതി. 2 കൊല്ലം കൊണ്ട് വയറുതറിയാൻ പഠിക്കും. പിന്നെ അതിമ തന്നെ കൂടിയ വയറും മറ്റൊക്കെ ആയിട്ട് അങ്ങനെ 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 പേരെയും ഇപ്പോൾ കുടിയും പറമ്പൊക്കെ ഉണ്ടാക്കുക. അതുകൊണ്ട് ഇപ്പം കുട്ടികൾ ഇനി മൂല്യരാക്കും. അത് ഇപ്പോഴത്തെ കാലത്താണല്ലേ. ഇപ്പം എന്തായി? അത് വാക്യത്ത് സ്വര്യത്താവില്ല. അവിടെ നീയത്ത് നല്ല. മനസ്സിലായില്ലേ? മനസ്സിലാവേണ്ടി പറഞ്ഞത്
അള്ളാൻ്റെ അടുക്കൽ എൻ്റെ കുട്ടികൾ അള്ളാൻ്റെ ഹദറത്തിലേക്ക് വരുമ്പോൾ ഞാനും എൻ്റെ മക്കൾക്ക് സാലിഹ്യങ്ങളായി അലിമീങ്ങളെ കൂട്ടത്തിൽ വരണം. അപ്പോൾ അത് വാക്കത്ത് സ്വലത്തായി. അങ്ങനത്തെ ഒരു കുട്ടി ഖബറിൻ്റെ പുറത്തുണ്ടായാൽ തന്നെ മലക്കുകൾ ഖബറിൻ്റെ അടിയിൽ നിന്ന് ഒന്നും ചെയ്യൂല. ബിസ്മി പഠിപ്പിച്ചാൽ പോലും അള്ളാഹു എന്ന നെയ്യത്തിലൊരു കുട്ടിക്ക് ബിസ്മി പഠിപ്പിച്ചാൽ പോലും ആ ഖബറിൽ കിടക്കുന്ന ഉപ്പാക്ക് അള്ളാഹു തആല അദാബ് ഉയർത്തി കൊടുക്കുമെന്ന് മഹാനായ സയ്യിദുനാ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതായി താരീഖിൽ പല സ്ഥലത്തും കാണുന്നുണ്ട്. ഒരുപാട് കിതാബിലുണ്ട്. മനസ്സിലായില്ല? ഞാൻ ഇപ്പം കഴിഞ്ഞ ബിസ്മിൻ്റെ വാസില ഊതി പിന്നെ കിതാബൊക്കെ പഠിപ്പിച്ചാൽ എന്താ? അള്ളാഹ് ലക്ഷ്യം, വേറെ ലക്ഷ്യമല്ല. ചിന്തിക്കും. ദുനിയാവ് ആഖിറം തമ്മിൽ നേരെ ചെറിയ വ്യത്യാസമുള്ളൂ. നിയ്യത്താണ് അതിൻ്റെ അടിസ്ഥാനം. ഏതൊരു ദുനിയാവും ആഖിറാവും. ദുനിയാവോ ദുനിയാവിൻ്റെ അലിയേൽക്കത് ദുനിയാവാണ്, നിനക്കത് ആഖിറാണ്. ഒരു പീടിയിൽ കാര്യമായ ലാഭമൊന്നുമില്ല. പക്ഷേ ഒരു ചങ്ങായി ആ പീടി അവിടെ നിന്ന് വിളിച്ചില്ല. അതിമ തന്നെ കൂടി തൊട്ടപ്പുറത്തായ വലിയ കച്ചവടം തുടങ്ങാം, ചെന്നാലും വിളിച്ചില്ല. എന്തുകൊണ്ട്? അപ്പുറത്തുള്ളൊക്കെ അക്രമികളാണ്. അവിടെ മാന്യമര്യാദയ്ക്ക് ജനങ്ങൾക്ക് സാധനം കിട്ടണമെങ്കിൽ ഓനവിടെ കച്ചവടം ചെയ്യണം. വലിയ ലാഭമൊന്നുമില്ല, എന്നാലും ആ കച്ചവടം വിളിച്ചില്ല. എന്തുകൊണ്ട്? അപ്പുറത്ത് അക്രമികളാണ്. മനുഷ്യന്മാർ മാന്യമര്യാദയ്ക്ക് വിലക്ക് കൊടുക്കൂല. നിർബന്ധാവസ്ഥയിൽ ഒരു പെണ്ണ് ഒരു പീടിക്ക് വന്നാൽ ആ പെണ്ണ് മര്യാദയ്ക്ക് തിരിച്ചു പോകൂല. എന്തെങ്കിലും ആ പെണ്ണിനൊരു ഡാമേജ് ഉണ്ടാക്കാതെ ഓമ്പിടൂല. അങ്ങനത്തെ പീടിയക്കാർ അപ്പുറത്തുണ്ട്. അപ്പം ഏത് പെണ്ണും ഏത് നട്ടുച്ചക്കും വൈകുന്നേരം വന്നാലും ഇവൻ്റെ വീടിൽ നിന്നേക്കിനെ പോകും. അപ്പുറത്ത് അമ്മാടികളാണ്. അപ്പോൾ അവനവിടെ കച്ചവടം നടത്തി. അപ്പോൾ ആ കച്ചവടം എന്താണ്? ആഖിറാണ്. ആ കച്ചവടം ആഖിറാണ്. അത് മരിച്ചവൻ്റെ കൂടെ ഉണ്ടാവും. മരിച്ച ആ കച്ചവടം എൻ്റെ ഖബറിലാണ് രക്ഷിക്കും. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഇതന്നെ കൂടുതൽ വർത്താനം വരേണ്ട ആവശ്യമില്ല. എന്താ മനസ്സിലായില്ല? അഷ്റഫേ, അർത്ഥം വേഗം മനസ്സിലാക്കണം. എന്താ ദുനിയാവ്, എന്താ ആഖിറം? ഇനി പേക്കരുത്. എന്താ ദുനിയാവ്, എന്താ ആഖിറം? ഏതൊന്ന് മരണശേഷം നമ്മളെ സഹായിക്കാൻ വേണ്ടി കൂട്ടുബന്ധത്തിനായി നമ്മളെ കൂടെ വരുന്നുണ്ടോ അതൊക്കെ എന്താണ്? ആഖിറാണ്. ഇല്ലേ? ദുനിയാവാണ്. പള്ളി ഉണ്ടാക്കി ദുനിയാവാണ്. കക്കൂസ് ഉണ്ടാക്കി അത് ആഖിറാണ്. അങ്ങനെയും വരും. തിരിഞ്ഞോ? ഇന്ത്യ ക്ലാസിൻ്റെ ഒരു ഭ്രാന്താണ്. സൗകര്യമുള്ളവർ കേട്ടാലും മതി, സൗകര്യമുള്ളവർ വന്നാൽ മതി. ഒരാൾ എന്ത് ചെയ്തു? പള്ളി ഉണ്ടാക്കിയത് ദുനിയാവാണ്. ഒരാൾ ഒരു പള്ളിക്ക് ഒരു കക്കൂസ്, ഒരു തണ്ടാസ് കക്കൂസ് ഉണ്ടാക്കി കൊടുത്തു, അത് ആഖിറാണ്. അങ്ങനെ വരും. ഒരു മനുഷ്യന് പള്ളി ഉണ്ടാക്കി, വലിയൊരു പള്ളി ഉണ്ടാക്കി, അല്ലെങ്കിൽ ചെറിയൊരു പള്ളി ഉണ്ടാക്കി, വലിയൊരു പള്ളി ഉണ്ടാക്കി. എന്താ ലക്ഷ്യം? പറയേ ഓനെ മുത്തക്കിയാണ് എന്ന് ജനങ്ങളിൽ അറിയപ്പെടുക. ഓനെ മൂപ്പര് അങ്ങനെ മൂപ്പരോട് പറഞ്ഞു, മൂപ്പര് പള്ളി ഉണ്ടാക്കിയിട്ട് എന്നാൽ പൈസ ചെക്ക് എത്ര പള്ളിക്ക്? 14,35,000 രൂപ. 14,35,639 രൂപ വെച്ച് ചെക്ക്. ഏത് നിസ്കാര പള്ളിക്കും പൈസ. ഭയങ്കരമാണ്. പോട്ടൻ ഇറച്ചിയും പൊറാട്ടയും നിന്നാണെങ്കിൽ അതിനനുസരിച്ച് തടി കൂടും. പോട്ടൻ ആ പള്ളിക്ക് പൈസ കൊടുക്കുന്നല്ലടാ, ഇറച്ചി പൊറാട്ടി നിന്നാണ്. പള്ളി ദിനവല് വേണ്ടേ? പള്ളി ദിനവല് അതിന് പിന്നെ പതിത്തെടുത്ത് പള്ളി ഉണ്ടായിട്ട് പള്ളി ഉണ്ടാക്കാൻ പറഞ്ഞാൽ എന്നെ പള്ളി കുളിച്ചിടാനും പറഞ്ഞു. അല്ലേ? അങ്ങനെയില്ലേ? നിനക്ക് ആ പള്ളിന്റെ ഉപകാരം നാട്ടുകാര് ആ പള്ളി കീഴിൽ കയറി നിസ്കരിച്ചോനെ ഊരിയിട്ടു. ഉണ്ടാക്കിയപ്പോൾ ഒരു പിൽസിനെ ഊരിയിട്ടില്ല. എന്ത്? മൂപ്പരോട് പള്ളിയാണ് പറഞ്ഞ മൂപ്പരാണ് ഉണ്ടാക്കിയിട്ട്. അത് മൂപ്പര കാര്യം അത് ഭയങ്കരം തന്നെ. പള്ളി എന്നറിയുമ്പോൾ മൂപ്പയ്ക്ക് ബേജാറാണ്. എത്ര പൈസ നാട്ടിൽ അങ്ങനെ മാറൂഫായി സ്റ്റേജിൽ മൂപ്പരെ പിടിച്ചെത്തി. മൂപ്പര് പ്രസംഗിക്കുന്നത് കഴിഞ്ഞിട്ട് പിന്നെ മൂല്യന്മാർ പ്രസംഗിക്കുള്ളൂ. വല്ലാത്ത പ്രസംഗം. മൂപ്പര് ആദ്യം പ്രസംഗിക്കും മലയാളി. പള്ളി പൈസ. മൂപ്പര് പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് പിന്നെയാണ് മൂല്യന്മാർ. പിന്നെ ആ മത്തിന് ഷറൈത്താണ്. ബഹുമാനപ്പെട്ട മലയാളി ഇങ്ങനെ പറഞ്ഞു. പഴയകാലത്ത് അസാരി മാമൊക്കെ പറഞ്ഞതാണ് ഷറൈത്. ഇപ്പം മലയാളി പറഞ്ഞതാണ് മസാൽച്ചികൾ ഷറൈത്.
എന്നും വിചാരിക്കരുത്. ഒക്കെ പിന്നിൽ ദുനിയാവാണ്. ഇതൊക്കെ ആർക്കറിയാത്ത? ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ആർക്കറിയാത്ത? എന്തേ ഇവിടെ ആരും ഫത്വ വരുന്നില്ലല്ലോ? ഒരു വാട്സപ്പിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫത്വ ഉണ്ട്? നിങ്ങൾ വാട്സപ്പിലൊക്കെ ഫത്വ എഴുതി ഇവിടെ ഫത്വ എന്തേ ഇപ്പം ഫത്വല്ല? മുജാഹിദുകളുടെ ഇഫ്താർ മീറ്റിന് പണ്ഡിതന്മാരോ തങ്ങന്മാരോ പങ്കെടുക്കുന്നത് ഇസ്ലാമിക ശരീഅത്തിന് എതിരാണ്. സാധാരണക്കാർ പങ്കെടുക്കുന്നതും എതിരാണ്. നേതാക്കളാകുമ്പോൾ കടുത്ത എതിരാണ് എന്ന് ഫിഖിലുണ്ടല്ലോ. എന്തിയാ ഫത്വ വേറെ പറഞ്ഞു? സംക്രാന്തിക്ക് പത്ത് കൊടുക്കണവര്, ഓണത്തിന് ആരാണ്ടേന് പത്ത് കൊടുക്കണവര്, ക്രിസ്തുമസിന് പത്ത് കൊടുക്കണവര് എൻ്റെ എപ്പോൾ ഒരു പത്ത് കൊടുക്കഞ്ഞു? എൻ്റെ ഫത്വ വാട്സപ്പിൽ വഴി കഴിഞ്ഞു. ഇത് ദീ നശിക്കുമ്പോൾ എൻ്റെ വല്യമ്മ പറയും മുടിയാൻ നേരത്തെ മുച്ചീർപ്പം കൊലിച്ചു. ഈ മൂല്യന്മാരുടെ മുടിയാൻ കരുത്ത് വന്ന മൂല്യന്മാരാണ്. അതാണ് കാരണം. അപ്പം മിന്നാന്ന് ഞാൻ നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ ശകലം എല്ലാ വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഭയങ്കരം കയറ്റിവിട്ടു. ആയിക്കോട്ടെ, ഞങ്ങൾക്ക് രണ്ടാമെന്ന് പറയാം. എന്ത് അപ്പറഞ്ഞത് ശരിയാണ്, അതുകൊണ്ട് അതിന്മേൽ തീരുമാനം ഉണ്ടാക്കണം. അല്ലെങ്കിൽ അപ്പറഞ്ഞത് ഇസ്ലാമിനനുസരിച്ച് തെറ്റാണ്, ഈ കാസിമി ഇസ്ലാമിനെതിരാണ് ആ പറഞ്ഞത്, അതുകൊണ്ട് അത് തെറ്റാണ്, അതിനെ നിലക്ക് നിർത്തണം. രണ്ടാരെന്ന് പറയും. നിങ്ങൾ വാട്സപ്പിൽ എഴുതി വിട്ട പോരുന്നു. വാട്സപ്പിൽ ഇവിടെ അല്ലല്ലോ ലക്ഷ്യം, കാര്യം തീരുമാനിക്കലില്ലേ? എല്ലാ ഗ്രൂപ്പിലും ഗ്രൂപ്പോട് ഒരേ ആളുകൾ വെച്ചു ഞങ്ങൾ ഗ്രൂപ്പിൽ നിങ്ങളെ ഇതോടി 500 ചില്ലാനും ആളുള്ള ഗ്രൂപ്പാ. കുറെ തലയക്കെട്ടന്മാരുണ്ട്. എന്തേ ഒരു തലയക്കെട്ടൻ? അത് ശരിയാണ്, അത് ശരിയല്ല, അതുകൊണ്ട് ഇതിന് തീരുമാനം ഉണ്ടാക്കണമെന്ന് ഒരു തലയക്കെട്ടൻ പറയാൻ ഞാൻ എന്ത്? ഇത് മുടിയാൻ നേരത്ത് കൊലച്ചോരാണ് ഇവരൊക്കെ. ഈ തലയക്കെട്ടന്മാരിൽ വലിയൊരു ശതമാനം മുടിയാൻ നേരത്ത് കൊലച്ചോരാണ്. ബാക്കിയുള്ളവര് തലയെക്കെട്ടുണ്ടെങ്കിലും ഒന്നിനും പറ്റാത്ത കഴിയാത്ത സാധുക്കളാണ്. അവർക്കിതിൽ കുറ്റമല്ല. ഇട്ട എരണ്ടായാലും എരല്ലാത്തതും കൊത്തുന്ന പരലുകളുണ്ടല്ലോ ഇവരെവിടെ പോയി? വളരെ ഇതൊക്കെ തമാശ പറയല്ല, ദീൻ നശിക്കാണ്. തറാവി നിസ്കരിച്ചുകൊണ്ട് ദീന് നിലനിൽക്കുകയില്ല, ഒന്നും ദീൻ നടക്കൂല. തറാവി നിസ്കരിച്ചുകൊണ്ട് ദീൻ നിലനിൽക്കൂല, തറാവി ഒഴിവാക്കിയോണ്ട് ദീൻ നഷ്ടപ്പെടുകയുമില്ല. നിങ്ങളൊക്കെ എന്താ വിചാരിച്ചേ? അങ്ങനെയാണെങ്കിൽ മുത്തുനബിന്റെ കാലത്തല്ലേ ദീനില്ലാത്ത? ഒരു ദിവസം തറാവിന് വന്നു, പിറ്റേന്ന് ഉണ്ടായില്ല. പിറ്റേന്നും ഉണ്ടായില്ല. പിറ്റേന്നല്ലോ. അപ്പൊ ഇന്ന് നമ്മൾ നടത്തുന്നത് പോലുള്ള ഒരു ഇമാമിനെ വെച്ചിട്ടുള്ള വലിയ നീണ്ട മദീന പള്ളിയിൽ വലിയ തറാവീഹ് 4 റക്അത്ത് കഴിഞ്ഞപ്പോഴത്തിന് സല്ലു അലൻ നബിയിൽ മുസ്തഫ എന്നൊക്കെ ചൊല്ലിയിട്ട് വലിയ തറാവീഹ്, അത് കഴിഞ്ഞിട്ടൊരു തരിക്കഞ്ഞി ഉണ്ടായിട്ടില്ലല്ലോ. അതൊന്നും ദീനിന്റെ ഒരു വലിയ മർമ്മല്ല. അതെന്തായാലും അതില്ല, ഉണ്ടായിട്ടില്ലെങ്കിൽ അല്ലാതില്ല. നിങ്ങളെന്താ വിചാരിച്ച് തറാവിന്റെ അധീനം ഉണ്ടാവുന്നു? അപ്പൊ ദീനില്ലാത്ത കാലം നബിന്റെ കാലല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നിപ്പോ എവിടെയാ ഈ നിലക്കുള്ള തറാവീഹ് നിലനിർത്തുന്നത്? സയ്യിദ് ഉമർ ഇബ്നുൽ ഖത്താബ് അല്ലേ? പിന്നെ മുത്തഫരിയൊക്കെ ജനങ്ങൾ അവിടെ ഇവിടെയൊക്കെ നിസ്കരിക്കും, ചില നിസ്കരിക്കൂല. ഇതൊരു ഏകീകൃത ഇമാമിന്റെ കീഴിലുള്ള ഒരു അമലായി നടപ്പിലാക്കുന്നത് ആരാ? പറയാ സയ്യിദ്ന ഉമർ ഇബ്നുൽ ഖത്താബ് അല്ലേ? അപ്പോഴത്തിന് അതിനേക്കാൾ വലിയ ആളുകൾ കഴിഞ്ഞു പോയില്ലേ? പുണ്യ റസൂൽ മുസ്തഫ സയ്യിദ്ന സിദ്ദീഖുൽ അക്ബർ. അങ്ങനെയല്ലല്ലോ. കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു ഒരു അഭിപ്രായ പ്രകാരം റസൂലുള്ളാഹിന്റെ കാലത്താണ് വിശ്വസിച്ച ഒരു അഭിപ്രായം. റസൂലുള്ളാഹിന്റെ കാലത്തല്ല, റസൂലുള്ളാഹി വഫാത്തായിട്ട് സിദ്ദീഖ് വഫാത്തായിട്ട് ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കാലത്ത്. കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു മുസ്ലിമാണ്, യൂദനായിരുന്നു. അപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് ചോദിച്ചു, അതല്ല കഅബേ, ഏറ്റവും നല്ല മനുഷ്യൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾ മുസ്ലിമായില്ല. പിന്നെ ഇന്നെക്കാളും വലിയൊരു മഹാൻ ഇവിടെ ഉണ്ടായിരുന്നു സയ്യിദ്ന സിദ്ദീഖ്, അന്ന് മുസ്ലിമായില്ല. പിന്നെ ഈ ഒന്നുമല്ലാത്ത എൻ്റെ കാലത്ത് എന്തിനാ മുസ്ലിമായി? പറഞ്ഞു, എനിക്ക് കുറേ രേഖകൾ ക്ലിയർ ആക്കേണ്ടതുണ്ട്. ആ രേഖ ഒക്കെ ക്ലിയറാണ്, ഇസ്ലാം വലിയ സത്യമാണ്, ഈ കാലത്തിനിടെ ഞാൻ പഠിച്ചു, മുസ്ലിമാകാണ് എന്ന് പറഞ്ഞതുപോലെ. ഞാൻ ഇതിൽ വെച്ചൊരു ധാരണ അല്ലത്. നമ്മൾ ഈ പറഞ്ഞ ഹബീബാ നബിയുടെ കാലത്തോ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലത്തോ ഇന്ന് നമ്മുടെ പള്ളികളിൽ നടക്കുന്ന ഒറ്റ ഇമാമിന്റെ കീഴിലുള്ള വിപുലമായ ജമാഅത്ത് തറാവീഹിന്റെ സംഗതി ഉണ്ടായിട്ടില്ലല്ലോ. എന്ത്? ദീനിന്റെ ഇബാദത്താണ്, നെടുന്തൂണാണ് തറാവീഹെങ്കിൽ
എല്ലാവരും കൂട്ടമായി ഒറ്റ ജമാഅത്തിൽ പങ്കെടുത്ത് വലിയ പരിപാടിയായി മഹാമഹവുമായും അത് കഴിഞ്ഞിട്ട് തരിക്കഞ്ഞും ആണ് ഇസ്ലാമിനെ നിലനിർത്തുന്നതെങ്കിൽ ഇതുപോലെയല്ലേ ഉണ്ടാക്കേണ്ടത്? തരിക്കഞ്ഞി അല്ലെങ്കിൽ ബത്തക്ക, ബാക്കിയുള്ള ബത്തക്ക മുറിച്ചിട്ടുള്ള വെള്ളം, ഇതൊക്കെയാണ് നമ്മൾ ഇസ്ലാമിനെ നിലനിർത്തുന്നതെങ്കിൽ ഇതുപോലെ എന്നോട് ചെയ്യണ്ടേ? നിസ്കരിച്ചാൽ അൽഹംദുലില്ലാ, നിസ്കരിച്ചില്ലെങ്കിൽ അൽഹംദുലില്ലാ. നിസ്കരിച്ചോന് നീയത്ത് നന്നാക്കിയാൽ കൂലിട്ടും. കൂലിപ്പണിയല്ലല്ലോ ഇസ്ലാം. ഇസ്ലാം പറഞ്ഞാൽ കൂലിപ്പണിയാണ്. ഇസ്ലാം പറഞ്ഞാൽ അള്ളാന്റെ സത്യമല്ലേ, അത് നമ്മൾ സ്വീകരിക്കണം. കൂലി കിട്ടിയാൽ എന്ത്, കൂലി കിട്ടിയില്ലെന്ത്. കൂലി കിട്ടിയാൽ എന്ത്, കൂലി കിട്ടിയില്ലെന്ത്. ഒരു റക്കായത്ത് നിസ്കരിച്ചാൽ 1,00,000 റക്കായത്തിന് കൂലിട്ടു. അത് വേണ്ടെന്ന് വെച്ചിട്ടല്ലേ മതി. എന്ത് സ്വഹാബികളൊക്കെ മക്കഫത്ത് കഴിഞ്ഞപ്പോൾ കൂലിക്കാരാണെങ്കിൽ അവിടെ നിൽക്കണ്ട. മക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശുദ്ധീകരിച്ചു. ഹിജ്റ 8-ാം വർഷം. സ്വഹാബികളല്ലോ അത് മുമ്പ് വരെ അവിടെ നിസ്കരിക്കാനോ അവരൊരു കാര്യത്തിനും മക്കൾക്ക് സമ്മതിക്കൂല. ഹിജ്റ 8-ാം വർഷം വരെ. 1-ാം വർഷം അവിടുന്ന് പോയി. പിന്നെ എത്ര വന്നു? 8-ാം വർഷം വന്നു. എനിക്കൊക്കെ ദുഃഖമുണ്ട്. എന്തിൽ? മക്ക നമുക്ക് കിട്ടാത്തതുകൊണ്ട്. ഒരു ഉംറ നടക്കൂല, ഒരു ഹജ്ജ് മര്യാദയ്ക്ക് നടക്കണില്ല. പിന്നെയോ റക്കാത്ത് നിസ്കരിക്കാനവിടെ പറ്റൂല, ഖുറൈശികൾ തട്ടിയിടും. അപ്പോഴാണ് ഹിജ്റ 8-ാം വർഷം റസൂലുള്ളാഹ് മക്ക ഫത്ഹാക്കിയത്. പിന്നെ റസൂൽ മദീനയ്ക്ക് പോയപ്പോൾ ബിൽക്കൊക്കെ പറഞ്ഞൂടെ, നബിയെ ഒന്നും വിചാരിക്കരുത്, ഞങ്ങൾക്ക് കൂലിയൊന്നും ആയിട്ടില്ല, നിങ്ങൾക്ക് നിങ്ങൾ അല്ലാതെ റസൂലാണ്, ഞങ്ങൾക്കൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇത്തകുന്നാറ ഓരോ ബിഷിക്ക് തമ്പ്ര, നിങ്ങളൊരു കാരക്കൻ്റെ പകുതി ഉണ്ടെങ്കിലും നരകത്തിനെ രക്ഷപ്പെടുത്തിക്കൊള്ളിയും. ഞാനും രക്ഷപ്പെടുത്തൂല, നിങ്ങൾ രക്ഷപ്പെടുത്തിക്കൊള്ളിയും. അപ്പം ഞങ്ങളും ഞാൻ കുറച്ച് പറഞ്ഞു നിൽക്കട്ടെ, ഞങ്ങൾക്ക് വളരെ ദുഃഖമുണ്ട്. നബിക്കൊരു യാത്രയുണ്ട്. മക്ക ഫത്ഹ് കഴിഞ്ഞ് മദീനയിലേക്ക് ഒറ്റക്ക് മടങ്ങുന്ന നബിക്കും ബിലാലിനും ഇന്ന് വൈകുന്നേരം മക്ക ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന യാത്രയപ്പിൽ കൂട്ടമായി ക്ഷണിച്ചു കൊടുക്കും. ഇവരൊക്കെ കുറെ മക്കാരല്ലേ, ഇവരൊക്കാരാ? ഇവരിൽ പകുതിയിലേറെ ആരാണ്? പറയടായി ഇതിന് രാവിലെ വന്നിട്ട് തലാട്ടി കുത്തിരിക്കും. ഇവരേറിയ കൂടും ആരാ? മക്കാരല്ലേ? ഇവർക്ക് ന്യായമുണ്ടല്ലോ. ഒന്ന് നബിയേ, ഞങ്ങൾ ഇവിടുന്ന് പോന്നു. ഇപ്പൊ നമ്മളെ നാട്ടിൽ എത്തിയപ്പോ ഒരു റാഹത്ത്. ഓ, ഇവിടെ വന്നു നോക്കുമ്പോ ഒരു സന്തോഷം. ഓ, യാത്തൊരു റാഹത്ത്. ഇപ്പോഴാണൊരു സന്തോഷം. ഓ, നേരം വെളുക്കങ്ങലത്ത് വന്ന് തോഫ് ചെയ്യാം, ലാത്തിയില്ല ഉച്ചിയില്ല, അതൊക്കെ ഞങ്ങൾ കുഴിച്ചിട്ടു. ഓ, ഭയങ്കര സന്തോഷം. നിസ്കരിച്ചിട്ട് അങ്ങനെ സുജൂദിനോട് വരാൻ തോന്നുന്നു ആജാതി. അതുകൊണ്ട് നബിയെ ഞങ്ങൾക്ക് സൗകര്യം, നിങ്ങൾ അടുത്ത ഹജ്ജിന് വരുമ്പോൾ നമ്മൾ പിന്നെ ഹജ്ജും കൂടി കഴിഞ്ഞിട്ട് ഒന്നിച്ചു പോകാം. ഞങ്ങളിവിടെ കൂടുക, ഒരു സാധ്യത കൂടിയോ? എന്ത് ഉംറയാണ് ദീനിൻ്റെ മർമ്മം. കുറെ ആളുകളെ കൂട്ടം കൂടി ഇസ്ലാം പറഞ്ഞ കൂലിപ്പണി അങ്ങനെ. സ്വർഗം കിട്ടിയില്ല. അള്ളാഹു തആല അറിയിച്ചു, സ്വർഗം ഞാൻ കൊടുക്കണം വിചാരിച്ചു, നീ സ്വർഗം കൊടുക്കില്ല. അവസാന ആയത്തിറങ്ങി റസൂലുള്ളാഹിക്ക് വെച്ചോ, വെക്കണെന്നെന്താ സങ്കല്പിച്ചോ. എല്ലാം കഴിഞ്ഞിട്ടൊരു ആയത്തിറങ്ങി റസൂലുള്ളാഹിക്ക്. ഇനിയിപ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, ആദം നബി മുതൽ ഈസാ നബിയുടെ എല്ലാ നബിക്കും ഈ നബിയുടെ തുടക്കകാലത്ത് ഞാൻ സ്വർഗം കൊടുക്കണമെന്ന് വാഗ്ദത്തൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഇനി സ്വർഗം കൊടുക്കണില്ല. നിങ്ങൾ സൗകര്യം ഉണ്ടെങ്കിൽ ഇബാദത്ത് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ മുഅ്മിനീങ്ങൾ ഇബാദത്ത് ചെയ്യുമല്ലേ? അതെനിക്കറിയണ്ട്. ചെയ്യുമല്ലോ. എൻ്റെ മുഅ്മിനീങ്ങൾക്ക് അല്ലാഹുവിനല്ലേ ഉണ്ട്. സ്വർഗം തിരണിക്കണം. സ്വർഗം പണിയെടുക്കാത്തൊരു കൊടുക്കൂലോ. പറയ എന്തിന് ഇതൊക്കെ വന്നു മനസ്സിലാണ്ട് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ പറയേ. മൂല്യന്മാരുണ്ടല്ലോ കൂട്ടത്തിൽ. തെറ്റാണെങ്കിൽ ഇതാ മൂല്യന്മാരിരിക്കണം. നിങ്ങൾ പറയും മൂല്യന്മാരെ, ഞാൻ പറഞ്ഞ തെറ്റാണ്. സ്വർഗ്ഗം അല്ലാഹു തആല നിർത്തിച്ചു. ഇനി ഒരു അറിയിപ്പ് ഉണ്ടാവുന്നത് വരെ സ്വർഗം ഉണ്ടായിരിക്കുന്നതല്ല. സ്വർഗമൊക്കെ അവിടെ ഉണ്ട്, നോക്കട്ടെ. സ്വർഗം ഞാൻ പൂട്ടാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി 100 കോടി സ്വർഗത്തിൽ കടന്നിട്ട് നിങ്ങൾ മഹ്ശറിലെത്തിയിട്ട് പിന്നെ 20,000 കോടി കൊല്ലം 70,000 കോടി കൊല്ലം സ്വർഗത്തിലേക്ക് ആരും കിടത്തൂല. നിങ്ങൾ സൗകര്യം ഉണ്ടെങ്കിൽ ബാധ്യത മതി, ചെയ്യുമല്ലേ? മഹ്ശറിൽ പാർക്കേണ്ടി വരും 70,000 കൊല്ലം. സ്വാലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ 50,000 കൊല്ലം കഴിഞ്ഞ് പിന്നെ 70,000 കൊല്ലം അവിടെ അങ്ങനെ തലക്കണിയും വെച്ച് കിടക്കേണ്ടി വരും. സ്വർഗ്ഗക്കാരൊക്കെ തന്നെ. പക്ഷെങ്കിൽ സ്വർഗത്തേക്ക് പെട്ടെന്ന് ടിക്കറ്റ് കിട്ടുന്നില്ല, കൊടുക്കൂല. നമ്മൾ ബാത്ത് ചെയ്യുമല്ലേ? എന്തുകൊണ്ട്?
ബാധ്യത എൻ്റെ റബ്ബിന്. എൻ്റെ റബ്ബിൻ്റെ ധർമ്മമാണ് ഞാൻ ഈ കയ്യെ പൊന്തിച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെനിക്ക് സ്വർഗം. കയ്യെ പൊന്തിച്ച് എൻ്റെ റബ്ബിൻ്റെ ധർമ്മമില്ല. ഞാൻ ഇന്ന് അത്താഴം കഴിച്ചിട്ട് ബാങ്ക് കൊടുക്കാൻ ഒരു മിനിറ്റുള്ള നേരം എൻ്റെ ഭാര്യ എന്നോട് ചോദിച്ചു, പച്ചവെള്ളമാണെങ്കിൽ വെള്ളം കൊടു നേരം ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിൽ കുടിച്ചോളി. കഞ്ഞിയാ കുടിച്ച് അത്താഴത്തിന് കഞ്ഞി കുടിച്ചു. സ്ഥിരം ഞാൻ പലപ്പോഴും കഞ്ഞി കുടിക്കരുത്. അത്താഴത്തിന് കഞ്ഞി കുടിച്ച് കഴിഞ്ഞ് ഇനി നോമ്പ് പിന്നെ ടോയ്ലറ്റിലൊക്കെ പോയി വന്ന് എല്ലാം കഴിഞ്ഞ് വന്ന് ഓതൊക്കെ എടുത്ത് പിന്നെ വന്ന് ഇരിക്കുമ്പോൾ ഭാര്യ ചോദിച്ചു, പച്ചവെള്ളമാണോ, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചോളൂ. അപ്പോൾ പെട്ടെന്ന് വെള്ളം ഒരു ഗ്ലാസ് കൊടുക്കുന്നു, കുടിച്ചു. ആ ഒരു ഗ്ലാസ് വെള്ളം ഇറക്കും. ഒക്കെ കുടിക്കുമ്പോൾ റായത്തെത്തും. ആണോ അല്ലേ? നിറഞ്ഞ സ്വർഗം വെള്ളം തന്നില്ലേ? അത് തൊള്ളേക്കണം പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിൽ ഇതിനാ സ്വർഗം. ഇതെന്നെ സ്വർഗമല്ലേ? ഇത് സ്വർഗമാണോ അല്ലേ? പറ. ഇന്ന് കഴിച്ച ഭക്ഷണം സ്വർഗമാണോ അല്ലേ? സ്വർഗല്ലേ കുട്ടികളെ? ആണോ അല്ലേ? അല്ലേ? ഇട്ട തുണിയപ്പാൻ സ്വർഗല്ലേ? നമ്മൾക്കിതിന് അറിയണ്ടല്ലേ? അവസാനം കുടിച്ച പച്ചവെള്ളം വരെ അവന്റെ ധർമ്മല്ലേ? എന്തിനാ സ്വർഗം? സ്വർഗം തന്നോട്ടെ, അള്ളാഹു തരട്ടെ. തന്നിട്ടില്ലെങ്കിലും ബാധ്യതയാണ്. എന്ത് കൂലി നമുക്ക് തരുന്നില്ല. എന്തേ കൂലി തരാമെന്നുള്ളൂ? കൂലിയൊന്നും തരൂല. ഇബാദത്ത് സൗകര്യം ചെയ്തോളൂ. നമ്മൾ അള്ളാന്റെ അടിമ എന്ത് ചെയ്യും? പറയാ കൂലിയൊന്നും തരൂല. കൂലി കണക്കൊക്കെ തന്നെ ഉണ്ട്. സൗകര്യം ചെയ്തോളി. അമ്മ അള്ളാന്റെ അടിമകൾ ഇബാദത്ത് ചെയ്യൂല്ലേ? ചെയ്യൂലേ? കാരണം നമ്മൾ ധർമ്മം അവന്റെ ധർമ്മല്ലേ നമ്മൾ അല്ലേ? ചിന്തിക്ക് ചിന്തിക്ക് ചിന്തിക്ക്, തല കൊടുത്ത് ചിന്തിക്ക് ചിന്തിക്ക്. അപ്പൊ ദീന് എന്നാൽ എന്താണ് ഈ ദീന്? ദീന് എന്നാൽ അള്ളാഹുവിന്റെ ഒരു മുഅ്മിനായ മനുഷ്യന്റെ അസ്ലി ബാധ്യത തറാവീഹ് അല്ല. പിന്നെന്താ ദീൻ? പരിശുദ്ധ സത്യദീന്. അതിനൊരു നിലപാടുണ്ട്. ഈ ആയത്തോടി വഹാബിയത്ത് വന്നാൽ നരകത്തിലെത്തേണ്ടി വരുമെന്ന് ശംസുൽ ഉലമ റഹ്മഹുല്ലാഹ് വഅദ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ ആയത്തോടി അസ്സമൂലി വഅദ് പറഞ്ഞിട്ടുണ്ട്, വാണിബലതരമൂലി വഅദ് പറഞ്ഞിട്ടുണ്ട്, ശൈഖുനാ ശംസുൽ ഉലമ റഹ്മഹുല്ലാഹ് വഅദ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഏത്? ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين. മുഅ്മിനീങ്ങൾക്ക് ഇവിടെ ഒരു വഴിയുണ്ട്. ആ വഴിന്റെ അപ്പുറത്തേക്ക് ഒരാൾ ചാടിയാൽ നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നം. ആ വഴിയിൽ തന്നെ നിൽക്കണം. അതിനപ്പുറത്തേക്ക് പോയാൽ ആ അപ്പുറത്തേക്ക് വലിച്ചു കൊണ്ടുപോയതാണ് വഹാബിയത്ത്. അതിലേക്ക് പോയാൽ നരകത്തിലെത്തേണ്ടി വരും എന്ന നിലയിൽ അവർ ജനങ്ങളെ ഭയപ്പെടുത്തി വഅദ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നത്തെ രീതി ശരിയാണെങ്കിൽ ജനങ്ങളെ പറ്റിച്ച ആളല്ലടോ ഈ ശംസുൽ ഉലമ റഹ്മഹുല്ലാഹ്. ചിന്തിച്ചോ? ദീൻ എന്ന തറാവിയല്ല, തറാവിയല്ലാണ്. ഉരുട്ടു കിട്ടിയെങ്കിൽ നല്ല കാര്യമാണ്, നല്ല കാര്യമാണ്. അങ്ങനെയൊക്കെ എത്രയോ സംഭവങ്ങളില്ല. പള്ളിക്കൊരു പ്രശ്നമുണ്ടായി. ആ പ്രശ്നത്തിന് സംസാരിക്കാൻ പോയി. ഏഷ്യ നിസ്കാരം കഴിഞ്ഞ് കാരണന്മാർ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു തറാവി കൂടിയില്ല. ആ പ്രശ്നത്തിൻ്റെ പോയത് ഈ തറാവി നിസ്കരിച്ച് നമ്മളൊക്കെ ഒൽക്കൂലി മനസ്സിലായില്ല. പള്ളിക്കൊരു പ്രശ്നം ഉണ്ടായി. അപ്പോൾ ഇവർ തറാവി നിസ്കരിച്ച് മൂല്യരോട് പറഞ്ഞ് ഞങ്ങൾ സംസാരിച്ച് കേട്ടെ നിങ്ങൾ ഇറക്കി. അങ്ങനെയൊക്കെ നമ്മൾ ആയുസിലുണ്ടായിട്ടില്ലേ? സംഭവങ്ങളില്ലേ? അല്ലെങ്കിൽ മുസ്ലിമിങ്ങൾക്ക് തർക്കമുണ്ട്, പ്രശ്നമുണ്ട്. ഒരു ഇഷ മാത്രം നിസ്കരിച്ചു. മൂല്യരോട് പറഞ്ഞു എന്ത് അതെ നിങ്ങൾ ഇറക്കിട്ടോ, അത് ശരിയായി പോരും, ഞങ്ങൾ പോയി ഒരു മുഖനെ ശരിയാകണം. ഒരു സംസാരിക്കാൻ പോയി. ചിലപ്പോൾ അന്യ സമുദായക്കാരുടെ ആയിരിക്കും, ചിലപ്പോൾ നമ്മൾ സമുദായത്തിനിടയിലുള്ള പ്രശ്നമായിരിക്കും, ചിലപ്പോൾ പള്ളിൻ്റെ മേലുള്ള പ്രശ്നമായിരിക്കും. നട്ടപ്പാതിര 12 മണി അവർ പെരേത് തിരിച്ചെത്തി. അവർക്ക് പിന്നെ വെയ്യ, അവർ കിടന്നുറങ്ങി, തറാവി നിസ്കരിച്ചിട്ടില്ല. ഒരു കുറ്റക്കാരാണോ? ആണോ? പറയാ അല്ല എന്നല്ല. നമ്മളെക്കാൾ കൂലി അവരാണ് ചെയ്തത്. എന്തുകൊണ്ട്? ദീന് നിലനിർത്തിയത് അവരാണ്. ഇതല്ലേ ദീന്? അപ്പൊ ഇതൊന്നും കൊണ്ട് ദീൻ നിലനിൽക്കൂല. തറാവി അല്ലാണ്, അതുകൊണ്ടൊന്നും ദീൻ നിലനിൽക്കൂല.